ഇപ്പം ഞാനൊരു പേസ്റ്റ് കൊടുത്തു, ഇപ്പം നടരാജൻ സാർ ഒരു പേസ്റ്റ് വാങ്ങിച്ചു. പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പേസ്റ്റ് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഈ ബിസിനസ് പറയും. നടരാജൻ സാർ എന്തായാലും എൻ്റെ കസ്റ്റമറാണ്, പക്ഷെ ഞാൻ അപ്പം തന്നെ പറയും ഈ പേസ്റ്റ് നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകാം. പേസ്റ്റ് മാത്രമല്ല 200ഓളം ഉൽപ്പന്നങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് നിങ്ങൾക്ക് എടുക്കാനുള്ള അധികാരമുണ്ട്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ എടുക്കാം, കാശുണ്ടാക്കാം. നിർബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ എടുക്കണം എന്ന് നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. നിങ്ങൾ എടുത്താലും കുഴപ്പമില്ല, എടുത്തില്ലേലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ ഒന്നുണ്ട് എന്ന് മാത്രം പറയുമ്പോഴും ഇങ്ങോട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടും. ഡിസ്ട്രിബ്യൂട്ടർ ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഇങ്ങോട്ട് ചോദിക്കും. പറയുക, നിങ്ങൾക്ക് പേസ്റ്റാണോ ഇഷ്ടപ്പെട്ടത്? പേസ്റ്റിന് 12 മാസം 18 മാസം എക്സ്പയറി ഉണ്ട്. നിങ്ങൾക്ക് ഈ പേസ്റ്റാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ ഒരു 40ഓ 50ഓ പേസ്റ്റ് നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറായി. നിങ്ങൾക്കും ഉപയോഗിക്കാം, നിങ്ങളുടെ അറിവിലുള്ളവർക്കും ഈ പേസ്റ്റ് കൊടുക്കാം. ഒരു 5000ഓ 10,000ഓ ആണ് നിങ്ങളിപ്പോൾ എടുക്കുന്നതെങ്കിൽ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് ചിലപ്പം 15,000-ൻ്റെ ആയിരിക്കും. അതായത് 6 മാസമോ 1 വർഷമോ കൊണ്ട് ആർക്കെങ്കിലും കൊടുത്താൽ പോലും ലാഭം കിട്ടും. ഈ 40-50 കസ്റ്റമറിലോട്ടല്ലേ ഈ പേസ്റ്റ് പോകുന്നത്? അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടില്ലേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്? ഞാനൊരു പേസ്റ്റ് മാത്രം എക്സാമ്പിൾ പറയുന്നുള്ളൂ. 200 പ്രോഡക്റ്റ് ഉണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. ഈ 50 പേര് നിങ്ങളിൽ നിന്ന് പേസ്റ്റ് വാങ്ങുമ്പോൾ അതിൽ നിന്ന് ഒരു 30 പേരെങ്കിലും പറയില്ലേ പേസ്റ്റ് കൊള്ളാം, ആലീസ് ആൻറ്റി കൊള്ളാം, വത്സമ്മ കൊള്ളാം, 30 പേരെങ്കിലും പറയില്ലേ? ആ സമയത്ത് അവരോട് പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകാം, നിർബന്ധമൊന്നുമില്ല. 200ഓളം പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നിങ്ങൾക്ക് എടുക്കാം. കാശ് സമ്പാദിക്കുന്നുണ്ടോ? ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ കൊടുക്കാം. എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ പേസ്റ്റാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു 50 പേസ്റ്റ് ജീവിതത്തിൽ ഒരിക്കൽ എടുത്താൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറായി. പിന്നെ ഈ പേസ്റ്റ് പോകുന്ന അടുത്ത 50 പേരില്ല. അപ്പോൾ വത്സമ്മ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 100 പേര് പേസ്റ്റ് വാങ്ങിച്ചു. ഇതിൽ ആരൊക്കെ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുമെന്നോ ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നോ ഒരു പിടുത്തവും നമുക്ക് കിട്ടില്ല. വാരാ സാറ് പറഞ്ഞ പോലെ അക്കൗണ്ടിൽ വരുമ്പോഴേ നമ്മളറിയുള്ളൂ. പക്ഷെ ഇത് ആരാ പറയേണ്ടത്? നമ്മൾ ഈ ഒരു പേസ്റ്റും കൊടുത്ത് 50 രൂപ പ്രോഫിറ്റ് മാറ്റി ഇങ്ങനെ ഇരിക്കും. 50 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ്. റീറ്റെയിൽ പ്രോഫിറ്റ് അല്ല ഇതിനകത്തുള്ളത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യലാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അതിന് ഈ 50 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് പോയാലും സാധ്യത കുഴപ്പമില്ല. പക്ഷേ ടീം ഉണ്ടാവണമെന്ന് ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാവും. സാർ ഈ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ. സാർ ഒരുപാട് പേസ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷേ ഈ കൊടുക്കുന്നവരിൽ തന്നെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നമുക്ക് കിട്ടും. അപ്പോൾ സാറിന് കുറച്ച് കസ്റ്റമേഴ്സാണ് ഉള്ളത്. പക്ഷേ ഇതിൽ നിന്ന് കുറേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടും. എങ്ങനെ കിട്ടും? സാർ ഇത് പറയുമ്പോൾ കിട്ടും. അവർക്ക് പറയില്ല. അവർക്ക് ഒരു പേസ്റ്റ് കിട്ടുന്നു, ഉപയോഗിക്കുന്നു, കൊള്ളാം, തീർന്നു പോയി, 50 സാർ വേണം, അவ்வளோதான். എന്നാൽ ഇതിനകത്ത് അടുത്ത ഒരു ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലല്ലേ അറിയൂ. ഇനി നമ്മളത് പറഞ്ഞു, അയാൾക്കത് താല്പര്യമില്ല, കുഴപ്പമില്ല, പേസ്റ്റ് എന്തായാലും വാങ്ങിക്കുമല്ലോ, കസ്റ്റമറായിട്ട് അവിടെ തന്നെ കാണുമല്ലോ. ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ വേണ്ടി നമുക്ക് പറഞ്ഞു നോക്കാം. പക്ഷേ ഈ 10 പേരോട് പറയുമ്പോൾ 5 പേര് ഡിസ്ട്രിബ്യൂട്ടർ ആവും. സാറിനെ സംബന്ധിച്ചിടത്തോളം 50,000 ടേൺ ഓവർ ഒരാഴ്ച കൊണ്ട് കയറും. സാറിന് 500 കിട്ടിയെടുത്ത് 5000 വരുമാനം കിട്ടും. ഇത് ബിസിനസ്സിൻ്റെ പോസിബിലിറ്റി. പക്ഷെ നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത തലം, അതായത് ക്ലബ്ബ് കഴിഞ്ഞ്